ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് जर्मनी में 15 साल के अंदर मैंने एक भी सी सेक्शन नहीं देखा। जब मेरी डिलीवरी हुई सब प्रेगनेंसी में पास जलंधर आ गई, बट जब मेरा डिलीवरी का टाइम था मैंने कहा मम्मा मैं जर्मनी जा रही हूँ। यहाँ पे होते हैं सी सेक्शन, जर्मनी में होते हैं नॉर्मल बर्थ। അവർ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് പോയിന്ന്. കാരണം ഇവിടെ എല്ലാം സിസേറിയൻ സെക്ഷനാണ്, ജർമ്മനിയിൽ നോർമൽ ഡെലിവറി ആണെന്ന്. അപ്പോൾ ഒരു ചോദ്യം, ജർമ്മനിയിലൊക്കെ ഈ പ്ലാസന്റ പ്രിവിയ, അബ്രപ്ഷൻ, ഗോഡ് പ്രൊലാപ്സ്, ട്രാൻസ്വേഴ്സ് ലൈൻ, ഒബ്സ്ട്രക്റ്റഡ് ലേബർ, ഫീറ്റൽ ഡിസ്ട്രസ് ഇതൊന്നും ഇല്ലേ? മാത്രമല്ല ഈ പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീക്ക് ഫെയിൽഡ് ഇൻഡക്ഷൻ ആയാലോ ലേബർ പ്രോഗ്രസ് ആയില്ലെങ്കിലോ ഒക്കെ അവരെന്തായിരിക്കും ചെയ്യുന്നത്? വൈറലാവാൻ വേണ്ടിയിട്ടുള്ള ഓരോ വാചകങ്ങൾ. അപ്പോൾ ഒന്ന് കണക്കെടുത്ത് നോക്കി, ജർമ്മനിയുടെ CS റേറ്റ് ഇന്ത്യനേക്കാളും മുകളിൽ. പലർക്കും ഒരു വിചാരമുണ്ട് എല്ലാ സിസറിനും ഡോക്ടർ പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ കൺവീനിയൻസിന് വേണ്ടിയോ ചെയ്യുന്നതാണെന്ന്. എന്നാൽ നമുക്ക് സത്യാവസ്ഥ നോക്കിയാലോ? ആണ്, ഇന്ന് CS റേറ്റ് കൂടുതൽ തന്നെയാണ്. അതിന് ശരിക്കുള്ള കാരണം ഡോക്ടറാണോ അതോ പേഷ്യൻ്റ് ആണോ നോക്കാം. നമ്പർ 1, ഇന്നത്തെ മെറ്റേണൽ ഹെൽത്ത് പ്രൊഫൈൽ. പ്രഗ്നൻസി ആവുന്ന ഏജ് കൂടി, അതോടൊപ്പം തന്നെ ഷുഗർ, BP, തൈറോയിഡ്, ഒബീസിറ്റി, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കൂടി അതിൻ്റെ കോംപ്ലിക്കേഷൻസും. അങ്ങനെ ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് വന്നാൽ അമ്മേനെയും കുഞ്ഞിനെ രക്ഷിക്കാം പിന്നെ വേറെ എന്താ വഴി? മുമ്പ് ഇത്തരം ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ഉണ്ടായിരുന്നോ? ഇന്നത്തെ സയന്റിഫിക് അഡ്വാൻസസ് പണ്ടത്തെ കാലം പോലെയല്ല. ഇന്ന് പ്രഗ്നൻസിയിൽ എന്ത് പ്രോബ്ലംസ് വന്നാലും അത് നേരത്തെ അറിയാൻ വേണ്ടി ടെസ്റ്റുകൾ, സ്കാൻ, CTG മെഷീൻ എല്ലാം ഉണ്ട്. കുഞ്ഞിന് ജീവൻ പോയേക്കാവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്ന പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തിയാൽ കുഞ്ഞിനെ രക്ഷിക്കാൻ എന്താ ചെയ്യുക? CS. പണ്ടത്തെ കാലത്ത് ഇതൊന്നും അറിയാതെ അമ്മമാര് പ്രസവിക്കും, പക്ഷെ കുഞ്ഞ് ചാവിള്ളയോ അല്ലെങ്കിൽ ജനിച്ച ഉടനെ മരിക്കുകയോ ചെയ്യും. 3, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, ലേബർ എന്ന് പറയുന്നത് യൂട്രസിന്റെ ജോലിയല്ല, മറിച്ച് പെൽവിസ്, ഇടുപ്പല്ല്, അതിന് ചുറ്റുള്ള ലിഗമെന്റ്സ്, ഇതിന്റെ എല്ലാം കൂടിയുള്ള ജോബാണ്. അതൊക്കെ എത്രമാത്രം ഫ്ലെക്സിബിൾ ആണോ അത്രയും ലേബർ ഈസി ആയിരിക്കും. നെല്ല് കുത്തുന്നതിനിടയിൽ പ്രസവിച്ച നമ്മുടെ അമ്മമാരുടെ കാലത്തേക്കൊന്നും പോയാലോ? അന്ന് അവരെല്ലായ്പ്പോഴും സ്ക്വാറ്റ് ചെയ്യും, ടോയ്ലറ്റിൽ ഇരിക്കാൻ, നിലത്തിരുന്ന് കുക്ക് ചെയ്യും, പാത്രം കഴുകും, ഭക്ഷണം കഴിക്കും, ഇവൻ സംസാരിക്കാൻ പോലും നിലത്തിരിക്കും. സോ അവരുടെ പെൽവിസ് നാച്ചുറലി സ്ട്രെച്ച്ഡ് ആണ്, ലിഗമെന്റ്സ് എല്ലാം ഫ്ലെക്സിബിൾ ആണ്, മസിൽ സ്ട്രെങ്തൻഡ് ആണ്. എന്നാൽ ഇന്നോ ഒട്ടുമിക്ക ആളുകളും ഒബീസ് ആണ്, ഒരു എക്സസൈസും ചെയ്യുന്നില്ല. വീട്ടിൽ യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യും, നിന്നുകൊണ്ട് മോപ്പിംഗ്, ഈവൻ ചിരവ പോലും ഈ സ്ലാബിൽ കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നിലത്തിരിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്നോ. അവരുടെ പെൽവിസ് ഒന്ന് തുറക്കുന്ന പോലുമില്ല, റിജിഡ് ആണ്. അപ്പം ലേബർ നാച്ചുറലി ഡിഫിക്കൽട്ട് ആവും. അതാരുടെ കുഴപ്പം? ഇനി 4ാമത്തെ പോയിന്റ്, നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതി, ഹൈ കാലറീസ്, ആദ്യ പ്രഗ്നൻസിയുടെ ഓവർ കെയറിങ്, പ്രഗ്നൻസി ഹാമ്പർ എല്ലാം കൂടെ വയറ്റിലുള്ള കുഞ്ഞിന് ഒരു 3.5 കിലോ ആക്കി തരും. പണ്ടത്തെ അമ്മമാർ ഓടിപ്പോയി പ്രസവിക്കുന്ന കുഞ്ഞിന് ഒരു 2 കിലോ ഉണ്ടെങ്കിൽ തന്നെ അത് ലക്ഷറി ആയിരുന്നു. അപ്പോൾ അവർ ടപ്പേന്ന് പ്രസവിക്കും. അതുപോലെയാണോ ഒരു 3.5 കിലോ പ്രസവിക്കുന്നത്? സോ ലേബർ പിന്നെയും ഡിഫിക്കൽട്ട് ആവുന്നു. ഇതിനൊക്കെ എന്താ പോംവഴി? CS ചെയ്യേണ്ട മറ്റ് അൺഎക്സ്പെക്ടഡ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ഒരു ഇത്തിരി ശ്രദ്ധ, ഡയറ്റ്, എക്സസൈസ് എല്ലാം കൊണ്ട് നോർമൽ ഡെലിവറിക്കുള്ള ചാൻസ് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ ചുരുക്കത്തിൽ അൺനെസസറി CS എപ്പോഴും ബ്ലെയിം ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ ശരിക്കും CS റേറ്റ് ഇന്ന് കൂടുന്നതിന്റെ മെയിൻ കാരണം ഇനി നിങ്ങൾ പറ, അതിന് കാരണം ആരാ? ഡോക്ടറോ പേഷ്യന്റോ?